ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഉലുവ കഴുകി വൃത്തിയാക്കി രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കളറ് മാറി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇതേ വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി അടിച്ചെടുക്കണം. ഇതാ ഈ രീതിയിൽ വേണം അയക്കിട്ടാൻ. ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് കുറച്ച് തേങ്ങയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് അരിച്ച് അതിൻ്റെ പാലെടുക്കണം. ഇനി നമുക്ക് നേരത്തെ അടിച്ചെടുത്ത ഉലുവ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഉണ്ടാക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. അതിലോട്ട് തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇത് തിളച്ച് വരുമ്പോൾ മാറ്റി വെക്കാം. എന്നിട്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കഴിക്കാൻ വേണ്ടി. എന്നിട്ടിത് ഞാൻ കഴിക്കാൻ വേണ്ടി വായിക്കകത്തേക്ക് ഇട്ടപ്പോൾ ഇറക്കാനും പറ്റില്ല, തുപ്പാനും പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി. അത്രയ്ക്കും കയ്പ്പാണ് ഇതിന്. എനിക്ക് തോന്നുന്നു ഇതിലിട്ട് ഉലുവ കൂടുതലായിപ്പോയി എന്ന്. അല്ലെങ്കിൽ ശർക്കരയും തേങ്ങാപ്പാലിട്ട് അതിൻ്റെ ടേസ്റ്റും ഒന്നും വേണ്ടേ, അതുമില്ല. ഇത് നല്ല പായസം പോലെയുണ്ട്, എന്ത് കാര്യം. അപ്പോൾ ഞാനൊരു അരി എടുത്തു, പച്ചരി എടുത്ത് കുക്കറിലിട്ട് വേവിച്ചെടുത്തു. എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിച്ചു. എന്നാലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ.